മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നവരിൽ ഒന്നാമത്തെയാൾ ഡോക്ടർ ശശി തരൂർ MP എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രണ്ടാമത്തെയാൾ മുല്ലപ്പള്ളി രാമചന്ദ്രനും മൂന്നാമത്തെയാൾ കോൺഗ്രസുകാർ ആകെ തന്നെയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അധികാരത്തിൽ വരുന്നതിനപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയാണ് LDFന്റെ ലക്ഷ്യമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം കേരളത്തിലെ വ്യവസായ വളർച്ച സംബന്ധിച്ച നിലപാടിൽ മാറ്റവുമായി ശശി തരൂർ രംഗത്തെത്തി. കേരളം വ്യവസായ സൗഹൃദം എന്ന പ്രസ്താവനയിലാണ് നിലപാട് മാറ്റം. അവകാശവാദങ്ങൾ മാത്രമാണുള്ളത്. കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിന് ആവശ്യമാണ്. പേപ്പറിൽ മാത്രം ഒതുങ്ങാതെ നടപ്പാക്കണമെന്നും ശശി തരൂർ വ്യക്തമാക്കി. കേരള സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതെന്ന് സമ്മതിക്കാം. എന്നാൽ കേരളത്തിലെ യഥാർത്ഥ സാഹചര്യമല്ല റിപ്പോർട്ടുകളിൽ വരുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. X പോസ്റ്റിലൂടെയാണ് ശശി തരൂർ നിലപാട് തിരുത്തിയത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രവാർത്ത കൂടി ഷെയർ ചെയ്താണ് തരൂരിൻ്റെ പോസ്റ്റ്. ഹൈക്കമാൻഡും കേരള നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തരൂരിൻ്റെ നിലപാട് മാറ്റം. വ്യവസായ വകുപ്പിൻ്റെ സ്റ്റാർട്ടപ്പ് മിഷൻ വളർച്ചാ കണക്ക് ശരിയല്ലെന്ന പാർട്ടി നിലപാട് ദേശീയ സംസ്ഥാന നേതൃത്വം ശശി തരൂരിനെ അറിയിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.